യോഗത്തിൻ്റെ അധ്യക്ഷൻ ജനാബ് എച്ച് മുഹമ്മദ് ബാബു സേഠ്, മാനേജർ, സ്വാഗതം ആശംസിച്ച ലാജിദ്, പ്രിൻസിപ്പൽ, മുഖ്യപ്രഭാഷണം നടത്തുന്ന മേയർ വി കെ മിനിമോൾ, അതിഥിയായി എത്തിയിട്ടുള്ള രാജീവ് മേനോൻ, റിയാസ് അഹമ്മദ് സേഠ്, പ്രിയപ്പെട്ട മുൻ കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ, നാസർ ലത്തീഫ്, അഹമ്മദ് താഹിർ സേഠ്, സൽമാൻ മുഹമ്മദ് ബാബു, സലാഹുദ്ദീൻ മദനി, നിഷാദ് മുഹമ്മദ്, ആൽഫിൻ പോൾ കോനാട്ട്, സാജിദ ബീവി, അനസ്, TU സാദത്ത്, നമ്മുടെ മുൻ മേയർ സൗമിനി, പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബാബു സേട്ട് വിളിച്ചാൽ വരാതിരിക്കാൻ നമുക്കാർക്കും കഴിയില്ല. ഞാൻ മൂന്നാമത്തെ തവണയാണ് ഈ സ്കൂളിൽ വിവിധ പരിപാടികൾക്ക് വേണ്ടി വന്നത്. അതുകൂടാതെ ഒരു നൊയമ്പ് തുറക്കൽ പരിപാടിക്ക് കൂടി വന്ന്, അങ്ങനെ 4 തവണ അദ്ദേഹം വിളിച്ചിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, സ്നേഹം കൊണ്ട് നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന ഒരു വ്യക്തിയാണ് ബാബു സേഠ് എന്ന കാര്യത്തിൽ പറഞ്ഞത്. ഞാൻ KSU പ്രസിഡൻ്റായിരിക്കുന്ന കാലം മുതൽ ഉള്ള ബന്ധമാണ്. സ്നേഹം നമുക്ക് തരികയും മറ്റുള്ളവർക്ക് അത് നൽകണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള കാണിക്കുകയും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ് ബാബു സേഠ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാറുൽ ഉലൂം ഹയർ സെക്കൻഡറി സ്കൂൾ പുല്ലേപ്പടി, ഈ വിദ്യാലയത്തിൻ്റെ ആരംഭത്തിനും നടത്തിപ്പിനും വിജയകരമായ മുന്നോട്ടുള്ള യാത്രയ്ക്കും ഒക്കെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും എത്രമാത്രമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. വാസ്തവത്തിൽ ഇങ്ങനെ ഡെഡിക്കേറ്റഡായി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബാബു സേഠിനെ രാജ്യം തന്നെ ഒരു പത്മശ്രീ കൊടുത്ത് അഭിനന്ദിക്കുന്നതാണ് എന്നാണ്. ഏതായാലും ഞാൻ ഇത്തവണ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ശുപാർശ നമ്മൾ ഇത്തവണ നൽകുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് ശുപാർശ ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ തന്നെ ശുപാർശ ചെയ്ത് അയക്കാൻ നിർത്തും. രണ്ടാമത്തെ കാര്യം, ഇന്നിവിടെ നടക്കുന്ന തുഫാൻ വാരിയേഴ്സ് കുടുംബ പദ്ധതിയാണ്. കുടുംബമാണ് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ഫാമിലി വാല്യൂസ് അത് നേർത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. കുടുംബം എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നു കേരളത്തിൽ. ഇന്ന് ആ കൂട്ടുകുടുംബം ഇന്ന് മൈക്രോ ഫാമിലീസാണ്. ഒരച്ഛൻ, ഒരമ്മ, 2 കുട്ടികൾ. പണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ സഹോദരിമാർ, സഹോദരന്മാർ, അവരുടെ മക്കൾ, അവരുടെ മുത്തശ്ശന്മാർ, ഇതെല്ലാവരും കൂടെ കൂടിച്ചേരുന്ന കുടുംബമായിരുന്നു. അങ്ങനെയുള്ള കുടുംബത്തിനകത്ത് കുട്ടികൾക്ക് പ്രത്യേകിച്ചും ജീവിക്കാൻ വളരെ എളുപ്പമായിരുന്നു. പഴയ കാലത്ത് കുട്ടികൾക്ക് അമ്മൂമ്മമാർ കഥകൾ പറഞ്ഞു കൊടുക്കും, പുരാണങ്ങൾ പറഞ്ഞു കൊടുക്കും, അവിടെ ഗീതയും ബൈബിളും ഖുറാനും ഒക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കുട്ടികൾ വളരുന്നത് ആ ഒരു അന്തരീക്ഷത്തിലായിരുന്നു. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ സൽസ്വഭാവികളായി വളർത്താൻ പ്രത്യേക താല്പര്യം എടുക്കുമായിരുന്നു. അന്ന് ആ ചെറിയ പ്രായത്തിൽ കിട്ടുന്ന വിദ്യാഭ്യാസം, അറിവ്, കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവം ഒരു കുട്ടിയും തൻ്റെ ജീവിതത്തിൽ മറക്കില്ല. ഇന്നും എൻ്റെ മനസ്സിൽ കുട്ടിക്കാലത്ത് അമ്മൂമ്മമാരും ഒക്കെ പറഞ്ഞു തന്ന കഥകളാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അപ്പോൾ അന്ന് നമുക്ക് കിട്ടുന്ന ഒരു ശിക്ഷണം അത് ആ കുടുംബത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്നിപ്പോൾ ആർക്കും സമയമില്ല. അച്ഛന് ജോലി, അമ്മയ്ക്ക് ജോലി. അവർ രണ്ടുപേരും വൈകിട്ട് വരുമ്പോഴായിരിക്കും കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇനി അവർക്ക് എന്തെങ്കിലും ഭക്ഷണം വെച്ച് കൊടുക്കണം, അതിൻ്റെ തിരക്ക്. ഭക്ഷണം കഴിഞ്ഞാൽ എല്ലാവരും ക്ഷീണിച്ചാൽ വരുന്നത്, എല്ലാവരും കിടന്നുറങ്ങുന്നു. ആ കുട്ടിയുടെ മനസ്സെന്താണ്, കുട്ടിയുടെ സംഘർഷം എന്താണെന്ന്
ഒരു മാതാപിതാക്കളും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കോളേജിലോ സ്കൂളിലോ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർക്കും തിരക്കാണ്, അവർക്കും ഇത് സമയമില്ല. പിന്നെ ചില അധ്യാപകരുണ്ട്, കുട്ടിയുടെ ബിഹേവിയർ നോക്കി അവർ നല്ല നിലയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന അധ്യാപകരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു കുട്ടിയെ കണ്ടാൽ അറിയാം ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്തോ ടെൻഷനുണ്ട്. ആ കുട്ടിയുടെ ബിഹേവിയർ അത് മനസ്സിലാക്കി ആ കുട്ടിക്ക് വേണ്ട ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വീടുകളിൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകും. ഇപ്പം തന്നെ എത്ര കുട്ടികളാണ് SSLC പരീക്ഷയിലും +2 പരീക്ഷയും ജയിക്കാത്തതിൻ്റെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ഒരു പാപമാണ്. ദൈവം തന്ന ജീവിതമാണ് നമുക്ക്, അത് നഷ്ടപ്പെടുത്താനുള്ളതല്ല. ദൈവം തന്ന ഈ ജീവിതം നമുക്ക് ജീവിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും കൂടി ഉള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ കാരണം എന്താണ്? ടെൻഷനാണ്. കുട്ടികൾക്ക് ടെൻഷനാണ്, പല ടെൻഷനും ഉണ്ടാവും. നല്ല മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്ന് സ്കൂളിൽ ടീച്ചർ വഴക്ക് പറഞ്ഞു, ടീച്ചർ ഇന്ന് വഴക്ക് പറയും, എന്തെങ്കിലും കാര്യത്തിൽ വഴക്ക് പറഞ്ഞതായിരിക്കും. കുട്ടികൾ നന്നാവാൻ വേണ്ടിയായിരിക്കും ടീച്ചർ നന്നായിട്ട് ശാസിക്കുന്നത്. ആ ടെൻഷൻ. വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക്, അതിൻ്റെ ടെൻഷൻ. അച്ഛനോടോ അമ്മയോടോ ഒന്നും പറയാൻ കഴിയാത്ത ഒരു ടെൻഷൻ. ഈ ടെൻഷനൊക്കെ സഹിക്കുന്ന കുട്ടിയാണ് പലപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോകാതെ പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോകുന്നത്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഫാമിലി വാല്യൂസ്. അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന ചെറിയ കുടുംബം പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കണം. മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. മക്കളെ നല്ലവരായി വളർത്തുക എന്നുള്ളതാണ് അച്ഛനും അമ്മയ്ക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഞാൻ ഈ ഓപ്പറേഷൻ തുഫാൻ ആരംഭിച്ചത് ധാരാളം അമ്മമാരുടെ കണ്ണുനീര് കണ്ടാണ്. ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ കത്ത് വരുന്നത് ഉമ്മമാരുടെയും അമ്മമാരുടെയും കത്തുകളാണ്. അവർ പറയുന്നത്, സാർ ഈ പരിപാടി തുടങ്ങിയത് വളരെ നന്നായി, കുഞ്ഞുങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം. സ്കൂളിൽ കോളേജിലും പോകുന്ന കുട്ടികൾ പറ്റിയ അമ്മമാർക്ക് ടെൻഷൻ, അച്ഛന്മാർക്ക് പിന്നെ അത്രയില്ല, കാരണം അവർ മറ്റു പല ജോലിക്കും. അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. എനിക്ക് വരുന്ന കത്തുകൾ സത്യത്തിൽ അത് പുറത്തു വിട്ടാൽ ഇതിൻ്റെ ഭീകരത മനസ്സിലാവും. ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ എഴുതി അയക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആരെയും കാണിക്കാൻ പോലും പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് പറയാൻ കഴിയുമോ? പുറത്ത് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. പറയാതെ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് എന്തായി പോവും, എന്തായി തീരും. അവൻ രാവിലെ പോവാണ്, വൈകിട്ട് എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. അവൻ എന്താണ് ഈ വാങ്ങിച്ച് കഴിക്കുന്നതെന്ന് അറിയത്തില്ല. അവൻ്റെ കൂട്ടുകാരുടെ കൂടെ കൂടി ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നു. ആരോടും പറയാൻ പറ്റില്ല. 4 പേര് അറിഞ്ഞാൽ അത് കുടുംബത്തിന് ക്ഷീണം, മകൾക്ക് ക്ഷീണം, മകന് ക്ഷീണം. അതുകൊണ്ട് ആരും പറയാറില്ല. ഇങ്ങനെ പറയാതിരുന്ന് ഈ കുട്ടി അതിന് അടിമയായി മാറും, പിന്നെ തിരിച്ചു കിട്ടത്തില്ല. ഈ അവസ്ഥയാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഇന്നലെ കർണാടക മുഖ്യമന്ത്രിയെ കാണാൻ പോയി. ബാംഗ്ലൂരിലെ ജയിലിൽ 64 കുട്ടികളാണ് ജയിലിൽ കഴിയുന്നത്. 100 കണക്കിന് ആളുകളെ കേസെടുത്ത് വിട്ട് കഴിഞ്ഞു. 64 ഇവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ബാംഗ്ലൂരിൽ. നമ്മുടെ കുഞ്ഞുങ്ങളെ കാല് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ എന്ന് നോക്കി അമ്മമാർ വളർത്തിയെടുത്ത കുട്ടികൾ ബാംഗ്ലൂരിൽ പഠിക്കാൻ വിടുകയാണ്. ഒരു രസകരമായ കാര്യം, ബാംഗ്ലൂരിൽ ജീവിക്കുന്നവർ വളരുന്നവരോ അന്ന് ഇത് ഉപയോഗിക്കുന്നില്ല. കർണാടകത്തിൽ ജനിച്ച് വളർന്നവരോ അവിടെ ജീവിക്കുന്നവർ ഇത് ഉപയോഗിക്കുന്നില്ല. അവർ പറയുന്നത് കൂടുതലും മലയാളികളായി കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ. കാരണം അവിടെ പോയാൽ സ്വാതന്ത്ര്യം കിട്ടിയല്ലോ, ആരും അന്വേഷിക്കാനില്ല, നോക്കാനില്ല. അപ്പോൾ ഏതെങ്കിലും മയക്കുമരുന്ന് ലോബി അവരെ പിടിക്കും, അതിൻ്റെ കൂടെ കൂടും, വീട്ടിൽ നിന്ന് പണം അയച്ചു തരും, ഈ പൈസ എല്ലാം പോവും. 64 പേര് ജയിലിൽ കിടക്കുകയാണ്. ഞാൻ അത്ഭുതം. 100 കണക്കിന് ആളുകളെ പിടിക്കുന്നു. അവരെ പലതിനും ചെറിയ ക്വാണ്ടിറ്റിയാണ് വിട്ടുകളെ പോലീസ്. നമ്മുടെ യുവത്വം ഇങ്ങനെ നശിക്കേണ്ടതാണോ? നമ്മൾ ആലോചിക്കണം. പല അമ്മമാരുടെ കണ്ണുനീര് അണിഞ്ഞിട്ടുള്ള കത്തുകളും മെയിലുകളും
ഫോൺ കോളുകളും എന്നെ ഈ ഓപ്പറേഷൻ തുഫാൻ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുകയാണ്. ലഹരി മാഫിയയുടെ വേരറുക്കാതെ ഈ പദ്ധതി നമ്മൾ അവസാനിപ്പിക്കില്ല എന്നാണ് എനിക്ക് പറയാം. 17,000 സ്കൂളുകളിൽ നമ്മൾ പ്രതിജ്ഞ എടുപ്പിക്കുകയാണ്. കഴിഞ്ഞ ഇന്നലെ DGPമാരുടെ യോഗം ഉണ്ടായി. കാരണം ഇത് വരുന്നത് പലതരത്തിലാണ്. കർണാടകത്തിൽ നിന്ന് വരുന്നുണ്ട്, തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നുണ്ട്, ആകാശത്തൂടെ വരുന്നുണ്ട്, കടലിലൂടെ വരുന്നുണ്ട്, കരയിലൂടെ വരുന്നുണ്ട്. ചില ട്രെയിനുകളിൽ ഇത് മാത്രമേ വരുന്നത്. അപ്പോൾ അതെല്ലാം നിർത്തി. കഴിഞ്ഞ ഒരു മാസത്തിനകം ഇവരെ മുഴുവൻ നമ്മൾ പിടിച്ച് ജയിലിലാക്കുകയും ശക്തമായി ട്രെയിൻ മുഴുവൻ പരിശോധിക്കുകയാണ്. എയർപോർട്ടുകളിൽ പ്രത്യേക പരിശോധന, അതുപോലെ തന്നെ കപ്പലുകളിൽ നേവി ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ പരിശോധന. ഇപ്പം ഇവർ ഇത് നമ്മൾ പിടിക്കുന്നുള്ളത് കൊണ്ട് അവരുടെ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനുകളിൽ പല സ്ഥലങ്ങളിലും ഡ്രോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ഫോൺ ചെയ്ത് പറയുക ഇന്നത്തെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, അതിന് ഡ്രോപ്പ് ഇൻ. അപ്പം പോലീസിൻ്റെ സ്ട്രാറ്റജി മനസ്സിലാക്കി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് വില കൊടുത്തും നമ്മളിതിനെ നേരിടും. നമ്മുടെ യുവത്വം നശിക്കേണ്ടതല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ അത്ഭുതപ്പെട്ടു, കാസർഗോഡ് അവിടെ ഒരു കമ്പനിയുടെ പേര് ക്ലീൻ കമ്പനി എന്നാണ് ബോർഡ്. പോലീസ് പരിശോധിച്ചപ്പോൾ അവിടെ ഒരു ക്ലീനിങ് പരിപാടിയില്ല. അവിടെ ഒരു 60 ലക്ഷം രൂപയുടെ മെഷീൻ സ്ഥാപിച്ച് ലക്ഷക്കണക്കിന് വരുന്ന കൂൾ ലിപ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുക. കൂൾ ലിപ്സ് വെച്ചാൽ നിങ്ങൾ നല്ല തണുപ്പ് കിട്ടും. എന്താണെന്നറിയോ? മയക്കുമരുന്നാണ്. ആദ്യം മയക്കുമരുന്നില്ല, ആദ്യം പുകയില ഉൽപ്പന്നമാണ്. പിന്നെ കുട്ടിക്ക് ഇത് ജീവിക്കാൻ ഇതില്ലാതെ പറ്റില്ലാത്ത വരുമ്പോൾ അത് മയക്കുമരുന്ന് ചേർക്കും. കുട്ടികൾ സ്കൂളിൽ മയക്കുമരുന്ന്, പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. ഞങ്ങൾ പിടിച്ചപ്പോൾ അത് 60 ലക്ഷം രൂപയാണ് ആ മെഷീൻ്റെ വില. അവരെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ 4 തമിഴ്നാട്ടിലും കർണാടകത്തിലും 4 ഫാക്ടറി ഉണ്ട്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മിഠായിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കുട്ടികൾ കഴിക്കുന്നതാണ്. ആ കുട്ടികൾ ഇത് വാങ്ങിച്ച് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ അഡിക്റ്റ് ആകും. എല്ലാ ദിവസവും വേണമെന്ന് തോന്നും. ആലോചിച്ച് നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ മയക്കുമരുന്നിന് അടിമകളാക്കുന്നു. ഇതവർ മരണത്തിൻ്റെ വ്യാപാരികളാണ്. ഇവർ ഈ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുകയാണ്, ചെറിയ പ്രായത്തിൽ നശിപ്പിക്കുകയാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധി മരവിക്കും, ഉറക്കം കിട്ടാതെ വരും, മസ്തിഷ്കം മരവിക്കും, ജീവിതം തന്നെ അസാധ്യമാകുന്ന അവസ്ഥയുണ്ടാകും. നമ്മളിപ്പോൾ ഈ പിടിക്കുന്ന ആളുകളെ നമ്മൾ ജയിലിലടക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അതാണ് തുഫാൻ കെയർ. ആശുപത്രികളിലാക്കി അവരെ ചികിത്സിച്ച് ഇതിൻ്റെ അപകടം പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരികെ കൊണ്ടുവരികയാണ്. കേരളത്തിലെ 35 ആശുപത്രികൾ അതിന് സമ്മതിച്ചിട്ടുണ്ട്. അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. തെറ്റ് പറ്റിപ്പോയി, അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. എനിക്ക് പറയാനുള്ളത്, അമ്മമാരും അച്ഛന്മാരും പ്രത്യേകം നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കണം. അവരറിയാതെ ചതിക്കുഴിയിൽ വീഴുന്നതാണ്. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണം. അമ്മയും അച്ഛനും ഉമ്മയും വാപ്പയും ഒക്കെ പ്രത്യേകം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാം എന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഓരോ കുട്ടിയും അവൻ്റെ ടെൻഷൻ എന്താണ്, അവൻ്റെ പ്രയാസം എന്താണ്, അവൻ്റെ വേദന എന്താണ് എന്ന് ഇത് കുടുംബ സംഗമമായിട്ട് ഞാൻ പറയുകയാണ്. ആ കുട്ടിയുടെ ജീവിതം നന്നാകണമെങ്കിൽ അവരെപ്പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കും. കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, കാരണം പെൺകുട്ടികളുടെ ഇടയിൽ വ്യാപകമാണിപ്പം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി, ലഹരി പാപമാണ്, തെറ്റാണ്, ജീവിതമില്ലാതെ ഇത് പുകഞ്ഞു തീരുകയാണ് എന്നവരെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. തുഫാൻ എന്നുള്ളത് അറബിക് വാക്കാണ്, കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ നാഞ്ഞടിക്കുന്ന ഓപ്പറേഷൻ തുഫാൻ വിജയിപ്പിക്കേണ്ട ഓരോ ഉമ്മമാരുടെയും കടമയാണ്, ഓരോ അമ്മമാരുടെയും കടമയാണ്. ഈ ഗവൺമെൻറ് ഈ പരിപാടി ആവിഷ്കരിക്കുക നമ്മുടെ ഭാവി തലമുറയെ ലാക്കാക്കിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് പുകഞ്ഞ് ചാവരുത്, നശിക്കരുത്. അവർ നല്ലവരായി വളരണം.
വളരണമെങ്കിൽ നമ്മൾ അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. ഒരു സ്കൂളിൻ്റെ മുമ്പിലും ഇത് വിതരണം ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇപ്പം എനിക്കൊരു ഒരാൾ വന്നൊരു ഒരു പെറ്റീഷൻ ഞാൻ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി പോലീസിനെ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾ പറയുന്നത് നിങ്ങളാണെന്ന് ആരോടും പറയില്ല, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തത്തില്ല. പക്ഷെ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കണം. കൊടുത്താൽ അവരെ പിടിക്കുക മാത്രമല്ല, അവരെ നല്ല രീതിയിൽ അവരെ ഉപദേശിച്ചും ട്രീറ്റ് ചെയ്തും നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് അവരെ നയിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓപ്പറേഷൻ തുഫാൻ കേരള പോലീസിൻ്റെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണ്. കാരണം ലോകത്തെ ഏറ്റവും വലുത് മയക്കുമരുന്ന് മാഫിയാണ്, കോടികളുടെ ബിസിനസ്സാണ്. അവരുടെ കയ്യിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുക എളുപ്പമുള്ള ജോലി അല്ല. പക്ഷേ നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ദൗത്യത്തിൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ യുദ്ധം ജയിക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സ് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. അവരേറ്റവും നന്നായി ഈ ഓപ്പറേഷൻ തുഫാന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളാണ്. അവർ നല്ല പ്രവർത്തനം അവർ കാഴ്ചവെക്കുന്നുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും, സ്കൗട്ട്, NCC, അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും, NSS വോളണ്ടിയേഴ്സ് എല്ലാവരും ഇതിനുവേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. ലഹരി അല്ല, ജീവിതമാണ് ലഹരി എന്ന് കണ്ടെത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്കിന്ന് ഒത്തിരി പരിപാടി ബാബു സേട്ട് വിളിച്ചാൽ വരാൻ വയ്യാത്തതുകൊണ്ട് ഈ ഇടയ്ക്ക് കയറ്റിയതാണ് ഈ പരിപാടി. ഏതായാലും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ദാറുൽ ഉലൂം ഹയർ സെക്കൻഡറി സ്കൂളിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എല്ലാ കാലത്തും ഞാൻ ബഹുമാനിക്കുന്ന ബാബു സേട്ടനും സഹപ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ, ആശംസകളും നേർന്നുകൊണ്ട് ഈ കുടുംബസംഗമം തുഫാൻ വാരിയേഴ്സ് കുടുംബസംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും തുഫാൻ വാരിയേഴ്സായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ യുദ്ധം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.